ചതിക്കായിരുന്നല്ലേ? നോ, ഒരിക്കലുമില്ല. കോടതിയിൽ നടന്ന കാര്യങ്ങൾ നമ്മളെ കണക്കൂട്ടലിന് അപ്പുറമായിരുന്നു. അതിന്റെ പിന്നിൽ ഗോകുലാണ്. അതന്നെ എനിക്കും ചോദിക്കാനുള്ളത്. ഗോകുലിന്റെ കുടുംബമായിട്ട് ഇത്ര ഒരു അടുപ്പം സൂക്ഷിച്ചോണ്ടാണോ എന്നോട് നിങ്ങൾ ഈ ഡേർട്ടി ഗെയിം കളിച്ചത്? അത് മേഡത്തിന്റെ തെറ്റിദ്ധാരണയാണ്. ഗോകുലിന്റെ കുടുംബമായി എനിക്ക് അങ്ങനെ യാതൊരു അടുപ്പവുമില്ല. പക്ഷേ ശിശിര, അവളെ എനിക്ക് പണ്ടേ ഇഷ്ടമായിരുന്നു. ഒരു പ്രത്യേക സാഹചര്യത്തിൽ അവളെ എനിക്ക് രജിസ്റ്റർ മാരേജ് ചെയ്യേണ്ടി വന്നു. അല്ലാതെ മേഡം പറയുന്ന പോലെ ഞാനും ഗോകുലായിട്ട് യാതൊരു ബന്ധവുമില്ല. ഞാൻ അവളെ കെട്ടിയതും അവിടെ താമസിക്കാൻ ചെന്നതെന്നും അയാൾക്ക് ഇഷ്ടവുമല്ല. ഇനി നിങ്ങൾ പറയുന്നതൊന്നും ഞാൻ വിശ്വസിക്കില്ല. നിങ്ങളെ ഏൽപ്പിച്ച കാര്യങ്ങളൊന്നും നിങ്ങളോട്ട് ചെയ്തു തന്നിട്ടുമില്ല. ആ സച്ചിയുടെ കാര്യത്തിൽ നിങ്ങളെ കൊണ്ടത് ചെയ്യാനും സാധിച്ചില്ല. APP കണ്ട് എല്ലാം സെറ്റ് ചെയ്യാന്നും പറഞ്ഞു പോയിട്ട് രാവിലെ നിങ്ങൾ എണീറ്റ് കല്യാണം കഴിക്കാൻ പോയി. കോടതിയുടെ പരിസരത്ത് പോലും നിങ്ങൾ വന്നോ? പറഞ്ഞല്ലോ, അതൊരു എമർജൻസി സിറ്റുവേഷൻ ആയിരുന്നു. പക്ഷെ രാത്രി തന്നെ APP ഹേമേന്ദ്രനോട് ഞാനെല്ലാം സംസാരിച്ചതാണ്. അതുമാത്രമല്ല, ജാമ്യം കൊടുക്കരുതെന്നും പോലീസ് കസ്റ്റഡിയിൽ വേണമെന്നും അയാൾ കോടതിയിൽ വാദിച്ചതുമാണ്. പക്ഷേ ഗോകുൽ ആ സച്ചിയെയും അഡ്വക്കേറ്റ് ആരതി വർമ്മയും വീട്ടിൽ വിളിച്ചു വരുത്തി ലോ പോയിന്റ്സും ലൂപ്പോൾസും എല്ലാം പറഞ്ഞ് പഠിപ്പിച്ചു കൊടുത്തിട്ടാ കോടതിയിലേക്ക് വിട്ടത്. അഡ്വക്കേറ്റ് ആരതി വർമ്മ നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല. നമ്മളാണ് അവരെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തത്. ശത്രുപക്ഷത്ത് നിൽക്കുന്ന ഒരു ബന്ധുവിനെ ശത്രുവായിട്ട് തന്നെ കാണണമെന്നാ ഞാൻ പഠിച്ചിട്ടുള്ളത്. ഗോകുൽ ഒരിക്കലും എനിക്ക് അനുകൂലമായിട്ട് ചിന്തിക്കുന്ന ഒരാളാണെന്ന് ഞാൻ കരുതുന്നില്ല. പിന്നെ അയാളുടെ വീട്ടിൽ താമസിക്കുന്ന നിങ്ങളെ ഞാൻ എങ്ങനെ വിശ്വസിക്കും? ഞാനൊന്നും ചെയ്തില്ലെന്നും മേഡം പറയരുത്. സച്ചിയെ ലോക്കപ്പിൽ കയറ്റി നല്ല ഒന്നാന്തരം പോലീസ് എന്താണെന്ന് അവനെ മനസ്സിലാക്കി കൊടുത്തു. എന്റെ ക്വാർട്ടേഴ്സ് കയറി അവൻ അതിന് പകരം വീട്ടുകയും ചെയ്തു. അതൊക്കെ മേഡത്തിന് അറിയില്ലേ? എന്നിട്ടും എന്നെ എങ്ങനെ അവിശ്വസിക്കുന്നത് കഷ്ടമാണ്. ഇല്ല, നിങ്ങളുമായിട്ട് ഇനി ഒരു തരത്തിലുള്ള ബന്ധവും മുന്നോട്ട് കൊണ്ടുപോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. മേഡം, ഒന്നുകൂടി ആലോചിച്ചിട്ട്. എനിക്കിനി ആലോചിക്കാൻ ഒന്നുമില്ല. എല്ലാം ഇവിടെ വെച്ച് ഞാൻ അവസാനിപ്പിക്കുക. നമ്മൾ തമ്മിൽ ഉണ്ടായിരുന്ന സൗഹൃദവും ഈ എഗ്രിമെന്റും എല്ലാം ഇനി ഒരു ക്ലോസ്ഡ് ചാപ്റ്ററാ. ജെനി, ജെനി, ആരാണ് നോക്കിയേ? ഇവിടുത്തെ എവിടെ പോയി കിടക്കുക?
സച്ചിങ്കളെ കമലമ്മേ മോളകത്ത് പോ. കുട്ടിയെ വെറുതെ ഭയപ്പെടുത്തണ്ട. ഞങ്ങൾ നിന്നെ കാണാനാ വന്നത്. ഞാൻ കുറച്ച് ദിവസം ജയിലിലായിരുന്നു. നീ അറിഞ്ഞു കാണുമല്ലോ. ആളുകൾക്ക് വിഷം കൊടുത്തു കൊന്നാ ജയിലിൽ പോകുന്നത് സ്വാഭാവികമാ. അത് ചെയ്തവനെ പോലീസ് സ്റ്റേഷനിൽ പോയി കണ്ടിട്ടാ ഞങ്ങൾ വരുന്നത്. അയാള് പറഞ്ഞ പേര് നിങ്ങളുടെ സഹായി മൂർത്തിയുടേതാ. ഇതിന്റെയൊക്കെ പിന്നിൽ നീയാണെന്ന് ഇപ്പൊ ഞങ്ങൾക്ക് മനസ്സിലായി.